എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങി ഇരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ. ഓരോരുത്തൻ താൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോട് കൂടിയിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കുവിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാൽ അല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കുവിൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. അപ്പം ഇവിടെ വളരെ വ്യക്തമായ ചില ഇൻസ്ട്രക്ഷൻസ് ആണ് അപ്പോസ്തലനായ പൗലോസ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എഫെസോസിൽ ജീവിച്ചിരുന്ന ദൈവസഭയുടെ അംഗങ്ങളായിരുന്ന, ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് മനുഷ്യരുമായിട്ട് നല്ല മനസാക്ഷിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും യവന പശ്ചാത്തലത്തിൽ നിന്നും ഒക്കെ ആയിട്ട് വന്ന ആ കൂട്ടായ്മയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ ഹൗസ് ഹോൾഡ് കോഡ്സ് എന്നാണ് പറയാം. അപ്പോൾ ഹൗസ് ഹോൾഡ് കോഡ്സ് എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭവനങ്ങളിലും അവർ ഫോളോ ചെയ്തിരുന്ന ചില രീതികളുണ്ട്, ചില നോംസ് ഉണ്ട്. ആ നോംസിനെയാണ് ഹൗസ് ഹോൾഡ് കോഡ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അതിന് നിയമാവലിയും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഭവനങ്ങളിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ. അപ്പോൾ യഹൂദന്മാരാണെങ്കിലും യവനന്മാരാണെങ്കിലും പല പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും അവർ ഈ റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ അവരുടെ ആ കൂട്ടുകുടുംബത്തിനകത്ത്, കുടുംബം ഒരു കൂട്ടുകുടുംബമാരിയാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, പിന്നെ കുറേ അടിമകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു വീടാണ് ആ കാലഘട്ടത്തിൽ അവിടുത്തെ പൗരന്മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ തലത്തിൽ നിൽക്കുന്ന വ്യക്തികളും അന്ന് അവർ ചെയ്യേണ്ടിയിരുന്ന
ചില കാര്യങ്ങളുണ്ട്, പെരുമാറേണ്ടിയിരുന്ന ചില രീതികളുണ്ട്. അപ്പോൾ ഓരോ തലത്തിലുള്ള വ്യക്തികളുടെ ആ പൊസിഷൻ പൗലോസ് മാറ്റുന്നില്ല. അടിമകളെ പൗലോസ് നിങ്ങൾ സ്വതന്ത്രരാണ്, അതുകൊണ്ട് ഇനി അടിമയായി ജീവിക്കരുത് എന്ന് പറയുന്നില്ല. എന്ന് വെച്ച് പൗലോസ് അടിമത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്താ കാരണം? പൗലോസിനറിയാം ഈ അടിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്ത ആളുകളാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അടിമകളൊക്കെ അങ്ങോട്ട് സ്വതന്ത്രരാക്കി കഴിഞ്ഞാൽ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടാവും ജോലിയില്ലാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്ത ആളുകൾ. ഈ ആളുകൾ പിന്നെ എന്ത് ചെയ്യും? അവരൊന്നുകിൽ കൈസറിനോട് അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനോട് മത്സരിക്കും. ചില രീതിയിലുള്ള അടിപിടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊന്നും യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടും സ്വഭാവത്തോടും ഒരു വ്യക്തിയെ അനുരൂപരാക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അടിമത്തത്തിന് എതിരാണെങ്കിലും ഇവരെല്ലാവരും നിങ്ങൾ സ്വതന്ത്രരാണ്, അതുകൊണ്ട് നിങ്ങളുടെ യജമാനന്മാരെ ഉപേക്ഷിച്ച് പോയിക്കൊള്ളുക എന്ന് പൗലോസ് പറഞ്ഞില്ല. പകരം NT റൈറ്റൊക്കെ പറയുന്നത് പോലെ ഈ അടിമത്വം എന്ന് പറയുന്ന, ഈ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റത്തെ മുഴുവനായും തകർക്കാൻ ആവശ്യമായ ഒരു ടൈം ബോംബ്, ഒരു സമയമാകുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെ ഒരു ടൈം ബോംബ് വെച്ചിട്ട് പോയി പൗലോസ്. അതെങ്ങനെയാണ് വെച്ചതെന്നുള്ളതാണ് രസം. പൗലോസ് ഒരു ഭവനത്തിലുണ്ടായിരുന്ന ഓരോ ലെവലിൽ ഓരോ തലത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ പേരുകൾ അതേ സെയിം പേരാണ് ഉപയോഗിക്കുന്നത്. യജമാനനെ യജമാനനെന്നും ദാസനെ ദാസനെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. എങ്കിലും ആ ദാസന്റെ റോള് പൗലോസ് മാറ്റാണ്. അപ്പോൾ ഈ യവനന്മാരും റോമക്കാരും അവരുടെ ഇടയിൽ യജമാനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റുള്ളവരെ ഭരിക്കുന്നവൻ, എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നവൻ, അവനെ എല്ലാവരും ഭയപ്പെടണം. ദാസൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യജമാനനെയും യജമാനൻ്റെതായിരിക്കുന്ന എല്ലാവരെയും, അവൻ്റെ മുകളിലുള്ള എല്ലാവരെയും പൂർണ്ണമായി കീഴ്പ്പെട്ട് അനുസരിക്കേണ്ടവൻ, തിരിച്ചൊരു വാക്ക് പോലും പറയാൻ അധികാരമില്ലാത്തവൻ, അതാണ് ദാസൻ. അപ്പോൾ അങ്ങനെയാണ് റോമക്കാരുടെ സൊസൈറ്റിയിൽ യജമാനനും ദാസനും ഇരിക്കുന്നതെങ്കിലും പൗലോസ് ഇതിനെ മുഴുവനായിട്ടും ആ റോൾസ് അത് തന്നെ, ആ പേരുകൾ അത് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന, ക്രിസ്തുവിലായിരിക്കുന്ന യജമാനന്മാർക്കും ക്രിസ്തുവിലായിരിക്കുന്ന ദാസന്മാർക്കും കൊടുത്തിരിക്കുന്ന റോൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് മാറ്റുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത്, യജമാനന്മാരെ, നിങ്ങൾക്ക് മുകളിൽ ഒരു യജമാനുണ്ട്, അത് കർത്താവാണ്. അതുകൊണ്ട് നിങ്ങൾ ദാസന്മാരെ പീഡിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല. ഭീഷണിപ്പെടുത്താതെ ഒരു ദാസനെ കൺട്രോൾ ചെയ്യാൻ അന്നത്തെ കാലത്ത് പറ്റൂല. പക്ഷേ പൗലോസ് അങ്ങനെ ഒരു ഉത്തരവാദിത്വം, അങ്ങനെ ഒരു ചുമതലയാണ് യജമാനെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു യജമാനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവനെന്താ നിങ്ങളോട് ചെയ്തത്? നിങ്ങളെ സ്നേഹിച്ചു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ദാസന്മാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ദാസന്മാരോട് പറയണം, നിങ്ങൾ ദൃഷ്ടി സേവക്കാരായിട്ടല്ല ജോലി ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടിയുള്ള ജോലിയാണ് അന്നത്തെ ദാസന്മാരൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യത്തിന് യജമാനൻ അവരെ ഉത്തരവാദിത്വമുള്ള ആളാക്കി വെച്ചിരിക്കുന്നു ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. എന്നുവെച്ചാൽ യജമാനൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ. പിന്നെ പുറകെ ആണെങ്കിൽ പോയിട്ട് യജമാനെ പറ്റി പഴി പറയുകയും ചെയ്യും, യജമാനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ് ഈ കാര്യങ്ങളുടെ. പക്ഷേ പൗലോസ് ക്രിസ്തുവിലായിരിക്കുന്ന ദാസന്മാരോട് പറയാണ്, നിങ്ങൾ യഥാർത്ഥ യജമാനനായ ക്രിസ്തുവിനെയാണ് സേവിക്കുന്നത് എന്ന രീതിയിൽ വേണം നിങ്ങളുടെ ഇവിടുത്തെ യജമാനെ സ്നേഹിക്കാൻ, സേവിക്കാൻ, ശുശ്രൂഷിക്കാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും വളരെ പരമാർത്ഥതയോടുകൂടി വേണം നിങ്ങൾ ചെയ്യാൻ, ആത്മാർത്ഥതയോടുകൂടി വേണം നിങ്ങൾ ചെയ്യാൻ. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിപ്പോകരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഒരു ദാസൻ ക്രിസ്തുവിലാണെങ്കിൽ ആ ദാസൻ ഇങ്ങനെ എന്ന് വെച്ചാൽ യജമാനൻ എത്ര പീഡിപ്പിച്ചാലും ആ യജമാനനെ വീണ്ടും കീഴ്പ്പെടുക, എന്നിട്ട് ആ യജമാനെ വീണ്ടും ബഹുമാനിക്കുക, ആ യജമാനൻ പറയുന്ന ജോലികളൊക്കെ പെറുപെറുപ്പില്ലാതെ വളരെ താഴ്മയോടെ സ്നേഹത്തോടെ ക്രിസ്തുവിനെ എന്നോണം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ശ്രദ്ധിക്കപ്പെടും. ഓട്ടോമാറ്റിക്കലി ഈ യജമാനന് പോലും ചിന്തിക്കും, ഇവൻ ദാസനാണോ, ഇവനെ ഞാൻ എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ. ഇനി
ഒരു യജമാനൻ അവൻ്റെ ദാസന്മാരെ സ്വന്തം സഹോദരന്മാരെ പോലെ കാണുകയാണെങ്കിൽ, ഫൈലിമോനുള്ള പൗലോസ് എഴുതുന്ന ആ കത്തിൽ ഫൈലിമോനോട് പൗലോസ് പറയാണ്, ഒനേസിമോസ് എന്ന് പറയുന്ന ഓടിപ്പോയ ദാസനുണ്ട്. ഓടിപ്പോയ ദാസന്മാരെന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അവരെ ശിക്ഷിക്കണം വാസ്തവത്തിൽ. അങ്ങനെ ഒരുത്തൻ ഇപ്പോൾ നിൻ്റെ സഹോദരനായി തീർന്നിരിക്കുക, അവൻ ക്രിസ്തുവിൽ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുക, ഞാൻ മുഖാന്തരം. അവൻ നിൻ്റെ സഹോദരനായി തീർന്നിരിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവനൊരു സഹോദരനെ പോലെ വേണം നീ സ്വീകരിക്കാൻ. ഒരു ദാസനെ പോലെ സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. എങ്കിലും പൗലോസ് പറയുന്നത് അവനെ സഹോദരനെ പോലെ നീ സ്വീകരിക്കണം എന്നാണ്. സഹോദരൻ എന്നൊക്കെ പറഞ്ഞ ആ വാക്കിന് വളരെ പ്രാധാന്യതയുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. അതൊരു തസ്തികയും കൂടിയാണ്, ഒരു പൊസിഷൻ കൂടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സഹോദരന്മാരെ പോലെ ട്രീറ്റ് ചെയ്യുന്നതും ഒരു ദാസനെ പോലെ ട്രീറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ എന്നെ ഒരു ദാസനെ പോലെയോ അല്ലെങ്കിൽ സഹോദരനെ പോലെയോ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്ന് പറയുന്നത് മാതിരി അന്നെന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ്, ഇന്നത്തെ പോലെയല്ല. ദാസന്മാർക്ക് ഒരു അധികാരങ്ങളും ഒരു റൈറ്റ്സും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് ആ ദാസന് വേണ്ടി പൗലോസ് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അവനെ സ്വന്തം സഹോദരനെ പോലെ വേണം യജമാനനായ ഫൈലിമോൻ, പൗലോസിൻ്റെ സ്നേഹിതനായ ഫൈലിമോൻ സ്വീകരിക്കാൻ. എന്നുവെച്ചാൽ ഒനേസിമോസ് എന്ന് പറയുന്ന ഗുഡ് ഫോർ നത്തിങ് ആയിരിക്കുന്ന ആ വ്യക്തിയെ, ഒനേസിമോസ് എന്ന വാക്ക് പറയുന്നത് മാതിരി വാക്കിൻ്റെ അർത്ഥം യൂസ്ഫുൾ എന്നാണ്. യൂസ്ഫുൾ എന്നുള്ള രീതിയിൽ തിരിച്ച് സ്വീകരിക്കുക എന്ന് മാത്രമല്ല, അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പൗലോസ് പേ ചെയ്യാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല, അവനെ അങ്ങനെ സ്വീകരിച്ച ശേഷം സഹോദരനെ പോലെ വേണം പിന്നെ കാണാൻ. അപ്പോൾ ഈ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റത്തിന് പൗലോസ് വാസ്തവത്തിൽ പറഞ്ഞ ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്തിരിക്കുക.